ഹലോ, അപ്പോഴേ നമ്മുടെ കടയിൽ ഉച്ചൂണ് സൈഡായിട്ട് ഞങ്ങൾ കുറച്ച് ചമ്മന്തിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തിയുടെ റെസിപ്പി ഇടുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഒരേ തരത്തിലുള്ള ചമ്മന്തിയൊന്നല്ല കൊടുക്കണം, പല പല രൂപത്തിലും ഭാവത്തിലും ടേസ്റ്റിലൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ ചമ്മന്തി കൊടുക്കാത്ത ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓരോ കൊണ്ടാട്ടമുളെങ്കിലും വെച്ച് കൊടുക്കും, ചമ്മന്തിക്ക് വക ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഈ ഒരു ചമ്മന്തി ആണെങ്കിലേ അടിപൊളി ടേസ്റ്റാണ്, ചൂട് ചോറിനൊപ്പം കഴിക്കാൻ എന്താ രുചിയെന്നറിയാമോ. പിന്നില്ലേ ഇതാണെങ്കിലേ അതേപ്പുറത്ത് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റൂട്ടാ. ദേ കുറച്ച് വെള്ളം ദേ പാത്രത്തിൽ എടുത്തിട്ടില്ലേ, ലേശം വാളംപുളി എടുത്തത് ഇതേപോലെ ഞൊടിക്കൂട്ടി എടുക്കണം. ദേ വെള്ളം എടുത്തേക്കണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അത്രയും മതി ഇട്ട വെള്ളം. ഇനി ഒരു 5-6 സവാള എടുത്തിട്ടുണ്ട്. ഈ സവാളയൊക്കെ എടുക്കുമ്പോഴല്ലേ വീട്ടിലുള്ള ആൾക്കാരെ എണ്ണ അനുസരിച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. അതേപ്പുറത്തൊന്നും എടുത്ത് വാരിക്കൂരിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം ഉണ്ടാക്കി കഴിക്കാവുന്ന ചമ്മന്തിയാണിത്. അപ്പം ഞാനിപ്പോൾ കടകൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്ത് ഒരു 5-6 എടുത്ത് ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ചമ്മന്തിക്ക് എത്രത്തോളം പോകണം അത്രത്തോളം മാത്രം കൊടുക്കുള്ളൂ, ബാക്കി അവിടെ നിർത്തലാക്കൂട്ട. കാരണം എന്ന് വെച്ചാലല്ലേ ചില സമയത്ത് ചമ്മന്തിയൊക്കെ രണ്ടാമത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, കൊടുക്കാണ്ടിരിക്കാൻ പറ്റും, നമ്മളങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അത് ഈ സവാള എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ചോപ്പറിൽ ഇട്ടാണ്ട നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോണത്. ചോപ്പറില്ലാത്തവർക്ക് കൈ കൊണ്ടൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ചമ്മന്തി ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടാ. കാരണം എന്ന് വെച്ചാൽ 5-6 മാസമായിട്ടുള്ള ചമ്മന്തിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. എന്താന്ന് വെച്ചാലേ ആദ്യമൊക്കെ നമ്മുടെ കടയിൽ 50 രൂപ ഊണിന് വില ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്ത് 2-3 കടക്കാർ വന്നിട്ടും പറഞ്ഞ്, നിങ്ങൾ 50 രൂപ കൊടുത്താൽ ഞങ്ങളുടെ അവിടെ 70 രൂപയാണ്, ആൾക്കാർ കയറണില്ല എന്നൊക്കെ പറഞ്ഞുള്ള വർത്തന. എന്നാൽ പിന്നെ 10 രൂപയും കൂടി കൂട്ടാൻ, പിന്നെ സാധനങ്ങൾക്കും വില കൂടിയല്ല എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ 60 രൂപയ്ക്കിയത്. 60 രൂപയ്ക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ എന്നാൽ പിന്നെ ഒരു ചമ്മന്തിയും കൂടി കൂട്ടിക്കൊടുക്കുക, 60 രൂപയ്ക്കുമ്പോൾ എന്ത് വിചാരിക്കും ആൾക്കാരെന്ന് പറയും. അങ്ങനെ പിന്നെയാണ് ഞങ്ങൾ ചമ്മന്തി കൊടുക്കാൻ തുടങ്ങിയിട്ടാ. ഇതേ നമ്മളെ സവാളയും തക്കാളിയൊക്കെ കുനുകുന ചോപ്പറിലിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുമ്പോഴേ 1-2 കരിഞ്ഞാലൊന്നും കുഴപ്പമില്ല, കാരണം ആ ഒരു കരിവ് ടേസ്റ്റ് നമ്മുടെ ചമ്മന്തിക്ക് ഉണ്ടെങ്കിലേ നല്ല രസമായിരിക്കുള്ളൂ. എന്താണെന്നറിയുമോ, വേറെ ഒന്നുമില്ല, ഇപ്പം മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും മന്തിക്ക് ആ ഒരു കരിപ്പുക ഉണ്ടെങ്കിലല്ലേ മന്തിയുടെ ടേസ്റ്റ് എന്നറിയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വറ്റൽമുളക് ഒരു ഇച്ചിരി കരിഞ്ഞാലൊന്നും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വിറകടുപ്പിൽ ചുട്ടെടുക്കലാണ് കേട്ടോ ഈ ഒരു വറ്റൽമുളക് ചെയ്യണം. പക്ഷെ നമുക്ക് വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇതേപോലെ വറുത്തെടുക്കണത്. ഇനി അതവിടെ ഇരിക്കട്ടെ ഇട. ഇനി നമുക്ക് ആ പുളിയൊന്ന് പിഴിഞ്ഞ് ഇതേപോലെ ഒന്ന് അതിൻ്റെ ചാറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ വേറൊരു പണിയൊന്നുമില്ല, എളുപ്പമാണല്ലോ. അതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്താ വിചാരിച്ചതെന്നറിയാമോ, ഈ വറ്റൽമുളക് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതായത് നമ്മൾ കൈ കൊണ്ട് വറുത്ത മുളക് ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല, ഇത് പൊടിഞ്ഞ് കിട്ടില്ല. എന്നാൽ പിന്നെ ആ മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടത് ഇതേപോലെ ഒന്ന് തരി പോലെ ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ പൊടിച്ച് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചാണ് ഈ ഒരു പാത്രത്തിൽ ഇടുന്നത്, പിന്നെ ഭംഗി കണ്ടിട്ട് ആ പാത്രത്തിലിട്ട് കുഴച്ചാണ്ട. പിന്നില്ലേ കൈ കൊണ്ട് കുഴക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ചമ്മന്തി ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണോട്ടോ. ഈ ഒരു മുളകൊക്കെ നന്നായിട്ട് ഇതിൽ കയറി പിടിക്കണം, അപ്പോൾ മാത്രമേ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി നമ്മുടെ ആ കലക്കി വെച്ചിരിക്കുന്ന പുളിയുടെ നീരും കൂടി ഒഴിക്കണമെങ്കിൽ. എന്നിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ആൾക്കാരും ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അപ്പോൾ എന്നോട് പറയും ഇനിയും ചമ്മന്തിയുടെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടാ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ചമ്മന്തിയുടെ വീഡിയോ. വേറെ ഒരു കറിയും വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി ചോറ് കഴിച്ചോളൂ. ഇനി ഞാൻ എന്താ പറയാൻ പോണെന്ന് നിങ്ങൾക്കറിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.